മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് എല്ലാം വ്യക്തമാക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പി.എസ്. പ്രശാന്ത് അടിയന്തരമായി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും പങ്കുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. ശബരിമലയിലെ ദ്വാരപാലകരുടെ ആ പാളിയുടെ സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വിവരം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതായത് തിരുവാഭരണ കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കത്ത് നൽകിയിരുന്നു ഈ സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ടിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ ഒരു അവതാരമാണെന്നോ എല്ലാ അന്വേഷണങ്ങളും നടത്തണമെന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് ഈ രേഖാമൂലമുള്ള കത്ത് വ്യക്തമാക്കുന്നത്. ഈ ഇന്നലെ മാതൃഭൂമി പുറത്തുവിട്ട 23/8/2025 ഈ വർഷം ഓഗസ്റ്റ് 23 തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവതാരം എന്ന് വിശേഷിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അയച്ച കത്ത് എല്ലാം വ്യക്തമാക്കുന്നു. ഇവരെല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് 23/8 ഈ ഓഗസ്റ്റ് 23 ഇയാൾക്ക് കത്തയച്ചിട്ട് ദ്വാരപാലക പീഠം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോയിട്ട് പൂശിക്കൊണ്ടുവരണം, സ്വർണം പൂശിക്കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. ഇതേ ദേവസ്വം പ്രസിഡന്റിന്റെ മുമ്പിൽ ഇതിനു മുമ്പ് കൊണ്ടുപോയതിൻ്റെ സ്വർണത്തിൻ്റെ തൂക്കം കുറഞ്ഞതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതേ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട്. ഇയാൾ വഴി 2019 കൊണ്ടുപോയ ഇതെല്ലാം തൂക്കം കുറഞ്ഞിട്ടാണ്, സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഫൈൻഡിങ്ങുള്ള റിപ്പോർട്ട് ദേവസ്വത്തിൻ്റെ കയ്യിലുള്ളപ്പോൾ അതേ ആളെ കൊണ്ട് തന്നെ വീണ്ടും ഈ ഓഗസ്റ്റ് 23 കത്തയപ്പിച്ച മഹാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അടിയന്തിരമായി ഇന്ന് തന്നെ അയാൾ രാജിവെക്കണം. ഇയാളെ കൂടി പ്രതി ചേർത്തിട്ട് കേസ് അന്വേഷിക്കണം. ഇയാൾക്ക് കൂടി ഇതിൻ്റെ അകത്ത് പങ്കാളിത്തം ഉണ്ട് ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദേവസ്വം ഭരണാധികാരികൾക്കും ഗവൺമെൻറ്റിലെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ഈ സ്വർണം അടിച്ചു മാറ്റിയതിൽ, ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതിൽ, ഭക്തന്മാർ കൊടുത്ത കാണിക്കയായി സമർപ്പിച്ച, അല്ലാതെ അവരവിടെ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്ത സ്വർണം ഇവരെല്ലാവരും ചേർന്ന് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും കൃത്യമായ പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഉടനെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് അവർ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായി അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇത് സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ്. ആരാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഞങ്ങൾ കുറേ ദിവസമായി ചോദിക്കുക, ആരാ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഒരു ഫോട്ടോ പുറത്തു സോണിയാഗാന്ധി ഉൾപ്പെടെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അതിപ്പോൾ ഇയാൾ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടമുണ്ട്, ഒരുപാട് പേരുടെ കൂടെ നിൽക്കുന്നത്. നമ്മളൊക്കെ പല സ്ഥലത്തും പോകുമ്പോൾ, എയർപോർട്ടിൽ പോകുമ്പോൾ, പല സ്ഥലത്തും പോകുമ്പോൾ ഉണ്ടാവും. ഇയാൾ ആരാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും നടന്നിരുന്നത്. പക്ഷെ ഇവർക്കറിയാമല്ലോ ആരാണെന്ന്. ഇപ്പം ജയറാം നടൻ പറഞ്ഞ് അദ്ദേഹത്തെ കബളിപ്പിച്ചു. സ്വർണം പൂശാൻ കൊണ്ടുപോയ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പൂജിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇയാൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് 39 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധനം ചെന്നൈയിലെത്തിയത്. 39 ദിവസം എവിടെയായിരുന്നു ഇതെന്ന് ഈ ദേവസ്വം ബോർഡിൽ ആരെങ്കിലും അന്വേഷിച്ചോ? ഇവർ പുതിയ സാങ്കേതിക വിദ്യയാണ്. അതായത് സ്വർണം പൂശിയാലും സ്വർണം അതിൽ നിന്ന് വേർപെടുത്താൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് പൂശിയേക്കുന്നത്. ഓരോ പ്രാവശ്യം കൊണ്ടുപോകുമ്പോഴും സ്വർണം മാറ്റി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ചെമ്പുപാളിയാണ് കൊണ്ടുപോകുന്നത്. ചെമ്പുപാളികളാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് മദ്രാസിലെ കമ്പനിയും പറഞ്ഞിട്ടുണ്ട് ചെമ്പുപാളികളാണ് അവിടെ എത്തിയിട്ടുള്ളതെന്ന്. മാറ്റിവെച്ച സ്വർണ്ണം ഇവർ അടിച്ചു മാറ്റി. അതാണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പം ഇതിൻ്റെ പുറകിൽ ധാരാളം കള്ളക്കളികളും കവർച്ചയും എല്ലാം നടന്നിട്ടുണ്ട്. ഇവർക്ക് വേറെ ആർക്കും അറിയില്ലല്ലോ, നാട്ടിൽ വേറെ ആർക്കും അറിയില്ല. 2019 കൊണ്ടുപോയ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സ്വർണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമുള്ളത് ആരെടുത്താ? ദേവസ്വം ബോർഡിൻ്റെ കയ്യിലും സർക്കാരിനും. അതനുസരിച്ച് സർക്കാരിനും മാത്രമേ വിവരമുള്ളൂ. ബാക്കി ജനറൽ പബ്ലിക്കിനോ മാധ്യമങ്ങൾക്കോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വിവരമുണ്ടോ? എന്നിട്ട് അതേ ആളെ ദേവസ്വം ബോർഡ് ക്ഷണിച്ചിരിക്കുന്നതെന്നാണ് ഈ തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് കാണിക്കുന്നത്. അതിനർത്ഥം ഇവരെല്ലാം പരസ്പര കൂട്ടുകച്ചവടമാണെന്ന് വ്യക്തമാണ്. ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇക്കാര്യം കണ്ടുപിടിച്ച് വളരെ ഇതായിട്ടുള്ള വിശ്വസനീയമാണ്. ഞങ്ങളെല്ലാം കോട്ട് ചെയ്യുന്നത് ഹൈക്കോടതിയെ. കാരണം ഹൈക്കോടതിയാണിത് ഈ വലിയ ഗൗരവതരമായ ഒരു വിഷയം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ തന്നെ ഇതിൻ്റെ ചുമതലയുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എന്തായാലും അധികാരത്തിലിരിക്കുന്നവർ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയവർ തന്നെയാണ്. മുഖ്യമന്ത്രി ഒന്നും വേണ്ടിയിട്ടില്ല. അദ്ദേഹം പറയില്ലല്ലോ. അദ്ദേഹം കപട ഭക്തന്റെ വേഷം ധരിച്ച് ശബരിമലയിൽ എത്തിയ ആളാണ്. അദ്ദേഹം പറയട്ടെ മറുപടി.